ഒന്നിൽ ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈയിൽ തുടങ്ങിയ ശബ്ദയാത്ര ഇവിടം വരെ എത്തിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് കുറേയേറെ കഥാപാത്രങ്ങൾക്ക് ശബ്ദമാകാനും കുറേയേറെ സീരിയലുകൾക്കും സിനിമയ്ക്കും പോസ്റ്റ് പ്രൊഡക്ഷനായി പ്രവർത്തിക്കാനും തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹം. ഡബിങ് എനിക്ക് എന്നും എൻ്റെ ഏകാന്തതയിലും ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ തകർന്നു പോകുമ്പോഴും ഒക്കെ എന്നെ നിലത്ത് സ്ട്രോങ് ആയി പിടിച്ചു നിർത്തിയത് എൻ്റെ ശബ്ദവും എൻ്റെ തൊഴിലും എൻ്റെ ഡബിങ്ങുമാണ്. എൻ്റെ ശ്വാസത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഡബിങ്ങിനെയാണ്. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ. അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ, യൂട്യൂബ്, എന്തൊക്കെയോ ആപ്സ്, ഡബിങ് ട്രെയിനിങ് സ്കൂൾസ്, ട്രെയിനിങ് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട് ഇന്നത്തെ കുട്ടികൾക്ക്. പക്ഷെ ഞങ്ങൾക്കൊന്നും ആരുമില്ലായിരുന്നു. കൊതിച്ച് വായി നോക്കിയിരിക്കും. സത്യം പറഞ്ഞ ജോളി ചേച്ചി, ആന്ത്രലി ചേച്ചി, ശ്രീജ, അമ്പിളി ചേച്ചി തുടങ്ങി എല്ലാവരും ഇവരൊക്കെ ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഇവരെക്കാളും കുറച്ച് സീനിയർ അല്ല, ജൂനിയറാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഡബ് ചെയ്യുമ്പോൾ നോക്കിയിരുന്ന് കൊതിച്ച് വാപൊളി ചെയ്തിട്ടെന്ന് ഞാൻ പഠിച്ചത്. ഇവരൊക്കെ പറയുന്ന വാക്കുകളിൽ നിന്നും ഇവരുടെയൊക്കെ മോഡുലേഷനിൽ നിന്നുമാണ് ഒരു ഏകലവ്യനെ പോലെ ദ്രോണാചാര്യരായ എൻ്റെ ഗുരുക്കളായ സീനിയേഴ്സിൽ നിന്നുമാണ് ഞാൻ ഡബിങ് പഠിച്ചത്. ആ സീനിയേഴ്സ് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ അവാർഡ് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.